ഇന്നാണെങ്കിൽ ചേച്ചിയും മോനും രാവിലെ വന്നിട്ടുണ്ടായിരുന്നേ. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 20 മിനിറ്റേ ഉള്ളൂ ചേച്ചിയുടെ വീടുമായിട്ട്. അപ്പോൾ അതുകൊണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചേച്ചി വീട്ടിലേക്ക് വരാറുണ്ട്. അപ്പോൾ ഇന്ന് ചേച്ചി വന്ന സമയത്ത് ഒരു പൊതിച്ചോറുമായിട്ടാണ് വന്നത്. രാവിലെ ചേച്ചിയുടെ മോൾക്ക് കൊടുത്തു വിട്ട ഒരു പൊതിയിൽ നിന്നും ഒരു പൊതിച്ചോറ് എനിക്കും കൂടെ കെട്ടിയിട്ടാണ് ആൾ കൊണ്ടുവന്നത്. ഈ പൊതിച്ചോറൊക്കെ കഴിച്ച കാലം മറന്നു എന്ന് തന്നെ പറയാം. പണ്ട് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് മമ്മി ഇതുപോലെ വാഴയിലയിലാണെങ്കിൽ പൊതിച്ചോറ് കെട്ടിത്തരുമായിരുന്നേ. അപ്പോൾ അതിൻ്റെ ടേസ്റ്റ് ഇപ്പോഴും വായിലുണ്ട്. അപ്പോൾ ഇത് തുറന്നപ്പോൾ എനിക്ക് ആ ഒരു കാര്യമാണ് ഓർമ്മ വന്നത്. ഈ വാഴയില തുറക്കുമ്പോൾ ഉള്ള ഒരു മണം ഉണ്ടല്ലോ, അതൊരു അപാര മണം തന്നെയാണ്. പൊതിച്ചോറിലുണ്ടായിരുന്നത് പയറില തോരനായിരുന്നു, പിന്നെ നല്ല വെള്ള ചമ്മന്തി, നാരങ്ങ അച്ചാറ്, പിന്നെ ചക്കക്കുരു മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു, പിന്നെ മുട്ട പൊരിച്ചതുണ്ടായിരുന്നു, പയറിൻ്റെ മെഴുക്കുവരട്ടി ഉണ്ടായിരുന്നു. ഇത്രയും കൂട്ടാനാണെങ്കിൽ ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇപ്പോഴും വാഴയിലയിൽ കഴിക്കാൻ ഇഷ്ടമുള്ളവരൊക്കെ ഉണ്ടെങ്കിൽ താഴെ വന്നൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പം എനിക്കും മമ്മിക്കും വേണ്ടി മാത്രമുള്ള ചോറ് മതി. മോനാണെങ്കിൽ ഇന്നലത്തെ ഫ്രൈഡ് റൈസും ചിക്കൻ കറിയും ഉണ്ടായിരുന്നുകൊണ്ട് അവൻ അതാണ് കൊടുത്തത്. അപ്പോൾ ആദ്യം തന്നെ മമ്മിക്കുള്ള ഫുഡൊന്ന് കൊടുത്തേക്കാം. പപ്പടം പിന്നെ ഞാനിവിടെ കാച്ചിയതാണ്. അപ്പോൾ മമ്മി എപ്പോഴും അവിടെ സോഫായിലൊക്കെ ഇരുന്നിട്ട് TV ഒക്കെ കണ്ടുകൊണ്ടാണ് കഴിക്കുന്നത്. അപ്പോൾ ഞാൻ അവിടെ കൊണ്ടുവന്ന് ചോറ് കൊടുക്കാറുണ്ട്. മമ്മിക്ക് ഇന്ന് രാവിലെ തൊട്ടിട്ട് എന്തോ ഫുഡ് എരിച്ചിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ എരിച്ചിലിൻ്റെ മരുന്ന് കൊടുത്തു. അത് കഴിഞ്ഞാണ് മമ്മി ഫുഡ് കഴിച്ചത്. അപ്പം അത് കഴിഞ്ഞിട്ടാണ് ഞാൻ കഴിക്കാനായിട്ട് ഇരുന്നത്. ഒരുപാട് നാളുകൾക്ക് ശേഷം കഴിച്ചതുകൊണ്ടാകാം നല്ല ടേസ്റ്റായിരുന്നേ.